തൃശ്ശൂർ പുതുക്കാട് നിന്നുള്ള ന്യൂസ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതും കൊച്ചു കുട്ടികളെ അങ്ങോട്ട് തീർത്ത് കളയുകയാണ്. പലർക്കും കുട്ടികൾ ഉണ്ടാവാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം, അതിലൂടെ ലൈഫ് മുന്നോട്ട് പോവാണ് പല കപ്പിൾസും. അപ്പോഴാണ് ഇവിടെ ഉണ്ടായ മക്കളെ തീർത്ത് കളയുന്ന ഇതുപോലെ നരക ജന്മങ്ങൾ കുറേ എണ്ണങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ പുതുക്കാട് സ്റ്റേഷനിലേക്ക് ഒരു 10-24 വയസ്സുള്ള ഒരുത്തൻ കയറി വരികയാണ്. വന്നതിന് ശേഷം അവൻ്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിക്കകത്ത് ഈ എല്ലുകളുണ്ട്. ഓക്കെ, എല്ലുകൾ 2 കുട്ടികളതാണ്. ആ കുട്ടികൾ അവൻ്റേത് തന്നെയാണ്. അവനും വേറൊരു സ്ത്രീയും അവരുടെ ബന്ധത്തിലുണ്ടായ കുട്ടികളാണ്. അവർ കല്യാണം കഴിച്ചിട്ടുള്ള ബന്ധമല്ല, അല്ലാതെ ഉള്ള ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം അവൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ വേറൊരു ജീവിതം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവൾ ഇവനെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി നിന്നപ്പോൾ അവളെ കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരുടെ ബന്ധത്തിലുണ്ടായ 2 കുട്ടികളെ ഇവർ തീർത്ത് കളഞ്ഞ് അവരെ കുഴിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുഴി തോണ്ടി പുറത്തെടുത്ത ഈ എല്ലും കാര്യങ്ങളും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവൻ ചെല്ലുകയാണ്. പോലീസുകാരനെ ഞെട്ടിപ്പോയി. ഇതെന്താ അവസ്ഥ? വന്ന വ്യക്തി മദ്യപിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. സോ ആദ്യം മദ്യപിച്ച് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് എടുത്തില്ല. പിന്നെ ഇവർക്കിത് ടെസ്റ്റ് ചെയ്യണമല്ലോ, ഈ കവറിനകത്തുള്ള എല്ലുകളും കാര്യങ്ങളൊക്കെ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികളുടെ എല്ലുകൾ തന്നെയാണ് എന്നുള്ളത്. ഇനി ഇത് എങ്ങനെ സംഭവിച്ചു, എന്താ വിഷയം എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് ക്ലിപ്പ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഓക്കെ. 2021 നവംബർ 6 അനീഷ തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ആദ്യ കൊലപാതകം നടത്തി. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജനനം മറച്ചുവെക്കുന്നതിനായി പ്രസവത്തിന് ശേഷം കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കിയും മൃതദേഹം നൂലുവള്ളിയിലുള്ള വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിടുകയും 8 മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥികൂടങ്ങൾ പുറത്ത് എടുത്ത് ഈ ഭവിൻ എന്ന് പറയുന്ന തന്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കൊലപാതകത്തെ കുറിച്ച് രണ്ടാമത്തെ എഫ്ഐആർ പറയുന്നത് 2024 ഓഗസ്റ്റ് 29 ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി. അതിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30 മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിന്റെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു. രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥിയെടുത്തു. നേരത്തെ വച്ചിരുന്ന ആ സഞ്ചിയിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു. രണ്ടും അമ്മ നടത്തിയ അരുങ്കൊലയെന്നാണ് എഫ്ഐആർ പറയുന്നത്. രണ്ടാമത്തെ കൊലയിലാണ് ഭവിന്റെ പങ്കാളിത്തം കൂടുതലായി പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. കാരണം ഈ മൃതദേഹം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഭവിനെയാണ് ഏൽപ്പിക്കുന്നത്. അയാളാണത് അയാളുടെ അമ്മ വീടിനടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നത്. എന്തായാലും 2 അരുങ്കൊലയുടെ വാർത്തകളാണ് ഇപ്പോൾ എഫ്ഐആറിലൂടെ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ അനീഷയുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. വീട്ടിലുണ്ടായിരുന്നവർക്ക് അമ്മ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തനിക്ക് ഈ ഗർഭത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, പ്രസവിച്ച കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത്. സ്വാഭാവികം ആ വീട്ടിൽ 3 അംഗങ്ങളാണുള്ളത്. അനീഷയുടെ അമ്മ, ഒപ്പം തന്നെ സഹോദരൻ. ഇവർക്കാർക്കെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നോ? പ്രത്യേകിച്ചും രണ്ടാമത്തെ കൊല നടത്തിയതിനു ശേഷം പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഈ കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി. തുടർന്ന് ഈ റൂമില് അവിടെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു സഞ്ചിയിലിട്ട് രണ്ടാം പ്രതിയുടെ വീടിനടുത്തുള്ള റോഡിൽ വെച്ച് ആ രണ്ടാം പ്രതിക്ക് കൈമാറിയത്. അപ്പോൾ ഈ സമയം അത്രയും ബാത്റൂമിലും റൂമിലുമായി നടന്നൊരു സംഭവം, പ്രത്യേകിച്ച് ചേട്ടന്റെ മുറിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ ഇവർക്കാർക്കെങ്കിലും ഇക്കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഇവരുടെ പങ്ക് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിലാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ആ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാഥമികമായ ഘട്ടത്തിലാട്ടോ. ഇതിൽ ഭവിൻ എന്ന് പറഞ്ഞ ചെങ്ങായിയാണ് കള്ളും കുടിച്ച് 25 വയസ്സുള്ള ഈ ചങ്ങാതി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയിട്ട് ഇതാ എൻ്റെ കയ്യിൽ ഈ സഞ്ചിയിൽ 2 കുട്ടികളുടെ എല്ലുകളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 2 പേരും മദ്യപിച്ചിട്ടുണ്ട്. 2 പേര്, ഈ പെണ്ണും ഈ ചെക്കനും മദ്യപിച്ച്
അവിടെ തുടങ്ങിയ അടിയും കച്ചറയാണ് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഈ പെണ്ണിൻ്റെ പേര് അനീഷ എന്നാണ്. ഓക്കെ, ഈ നേരത്തെ ന്യൂസിൽ കേട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പെണ്ണിൻ്റെ വീട്ടിൽ അറിയാതെ ഒരു പെണ്ണ് സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വീട്ടിലെ അമ്മയും സഹോദരനുള്ള സമയത്ത് 2 വട്ടം ഗർഭിണിയായി വീട്ടുകാരറിയാതെ അത് പ്രസവിച്ച് ആ 2 മക്കളെയും തീർത്ത്, ഇതെങ്ങനെ സാധിക്കും? എനിക്കിവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിക്കുന്നത്. ഇതിനകത്ത് എന്തോ ഈ ആഭിചാരം ദുർമന്ത്രവാദം സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ ഭവിൻ എന്ന് പറഞ്ഞവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുള്ളത് ഈ പെണ്ണ് അങ്ങോട്ട് ഇട്ടിട്ട് പോകുമ്പോൾ, തേച്ചിട്ട് പോകുമ്പോൾ, എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല, എന്നാലും അങ്ങനെയാണ് ഇത്ര അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്, തേച്ചിട്ട് പോയി അവൾ. അപ്പോൾ അവളെ തേച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്ഥികൾ സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കി അസ്ഥികൾ കൊണ്ട് എൻ്റെ കയ്യിൽ തരാൻ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവളിപ്പോൾ ഇന്നെ തേച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അസ്ഥികൾ ഇവിടെ കൊണ്ടുവന്ന് വന്നു. പിന്നെ ഇപ്പോൾ DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വരുമ്പോഴാണ് ഇത് എക്സാക്റ്റായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുക. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, സാധാരണ രീതിയിൽ ഈ ദുർമന്ത്രവാദം, ആഭിചാരം, നരബലി ഈ സെറ്റപ്പിലാണ് ഈ ആദ്യം ജനിച്ചു വീഴുന്ന കുട്ടികളെ, അതൊരു ഇതുണ്ട്, അങ്ങനത്തെ ഒരു കൾട്ട് സാധനം ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കുട്ടികളെ, ജനിച്ചു വീഴുന്ന കുട്ടികളെ ഇതേപോലെ തീർത്ത് കളഞ്ഞ് അവരുടെ ബാക്കി അസ്ഥികളും കാര്യങ്ങളും എടുത്തു വെച്ച് അതിൽ നിന്ന് പൂജ, അങ്ങനത്തെ പരിപാടികളുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ കുറേ കേസുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയുന്ന ഇതിന് കൂട്ട് നിന്ന പലരും ഇനിയും കാണും. ഓക്കെ, എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് ആ അനീഷയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കേസല്ല. കാരണം ഇന്ന് മീഡിയ പോയിട്ട് ഈ അനീഷയുടെ അമ്മയുടെ വൈറ്റ് എടുത്ത സമയത്ത് അവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടോട്ടോ, അതിൽ തന്നെ ഭയങ്കര സംശയമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ആവുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലുണ്ട്. മകൾ എന്ത് ചെയ്യുമായിരുന്നു? അവള് ലാബിൽ പോണ്ടായിരുന്നു. എത്ര നാളായി? അവള് 2-3 മാസമായിട്ടുള്ള പോയിട്ട്. ഈ മകള് 2 തവണ ഗർഭിണിയായി, അതിനെ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെയാ പറയുന്നത്. നമുക്ക് ഇതുപോലെ അറിയാമായിരുന്നു? ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയല്ല, എനിക്കറിയില്ലേ. ഇവിടെ ഉള്ളതല്ല, അവള് ജോലിക്ക് അപ്പൊ പോയിരുന്നില്ല, എപ്പോഴല്ല അവള് പോയിരുന്നു. എത്ര കാലം ജോലിക്ക് പോയിട്ട്? അവളിപ്പോ പോയി തുടങ്ങിയുള്ളൂ, 2-3 മാസമായിട്ടുള്ള പോയി തുടങ്ങിയിട്ട്. മുൻപ് പല ലാബിൽ നിന്ന് 2 മാസം കഴിയുമ്പോൾ അവള് അങ്ങനെ വേറെ നോക്കാനായിട്ട് അങ്ങനെ പോവാറില്ല അവള്. ഈ ചെറുക്കന്റെ പേരെന്തിട്ടാ? ആരാ? ഭവിൻ. എവിടെ അവന്റെ വീട്? എവിടെയാ? ആമ്പല്ലൂരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവര് എത്ര കാലമായിട്ട് ബന്ധം അടുപ്പുണ്ടെന്ന് നമുക്കറിയാം? 4 കൊല്ലായിന്ന് പറഞ്ഞു. നമ്മളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ബന്ധം വേണ്ടാന്നാണ്. ഇപ്പൊ അവള് അങ്ങനെ കണ്ടുവരുന്നുള്ളു അതിനെ. പിന്നെ ഇപ്പൊ അടുത്തന്നെ ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. അപ്പൊ അവന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അവന്റെ വീട്ടുകാരെ വിടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ബന്ധം വേണ്ട അനീഷ എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ആയിരുന്നു. ഈ മകളിത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നു? എനിക്ക് വിശ്വാസമില്ല, എൻ്റെ മോളല്ലേ, അങ്ങനെ ഉണ്ടാവൂ, ഞാനിവിടെ ഉള്ളതല്ലേ. നല്ല പരുങ്ങലുണ്ട് ഈ ലേഡിക്ക് ഇല്ലേ? ഞാൻ കണ്ടിടത്തോളം എനിക്ക് ആ ബോഡി ലാംഗ്വേജ് ഒട്ടും കൺവിൻസിങ് അല്ല. അവർക്ക് നല്ല പരുങ്ങലുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, അവർക്ക് എല്ലാം അറിയാം. അവർക്ക് ആ പയ്യനെ അറിയാം, അവൻ്റെ വീടറിയാം, കാര്യങ്ങളറിയാം, ബന്ധം അറിയാം, എല്ലാം അവർക്ക് അറിയാം. അവിടെയാണ് എൻ്റെ സംശയം. ഇതിൽ വേറെ എന്തോ ഒരു ഈ ദുർമന്ത്രവാദം, ആഭിചാരം എലമെൻ്റ് എവിടെയോ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പം എന്താണെങ്കിലും അതൊക്കെ വരും ദിവസങ്ങളിൽ ഇനി ചോദ്യം ചെയ്യലിൽ ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് എന്താണെങ്കിലും പുറത്തു വരും. ഇതിലേറ്റവും വൈറ്റലായിട്ട് ഇപ്പോൾ പോലീസുകാർ പറയുന്നത് അടുത്ത വീട്ടിലെ ചേച്ചി ഈ ലേഡി ബക്കറ്റിൽ എന്തോ കൊണ്ടുപോയിട്ട് ഒരു കുഴി തൊടിയിൽ കുഴിച്ച് എന്തോ സാധനം അതിലേക്ക് ഇടുന്നത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് അവരുടെ മനസ്സിലുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് ഈ അമ്മ ഇപ്പം സംസാരിച്ച ഈ ലേഡിയുടെ അമ്മ, ആ അമ്മ തന്നെ അവരുടെ അയൽക്കൂട്ടം സെറ്റപ്പിനകത്ത് ഈ മകളുടെ ഗർഭത്തിൻ്റെ കഥയും ബാക്കി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ കാര്യങ്ങൾ പുറത്ത് നാട്ടുകാർക്ക് അറിഞ്ഞത്. ഈ അനീഷയുടെ അമ്മ തന്നെ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് പലരോടും. ഇപ്പം മീഡിയനെ കാണുമ്പോൾ അവരത് പറയുന്നില്ല. മകളങ്ങനെ ചെയ്തിട്ടില്ല, മകൾക്ക് അങ്ങനെ പറ്റിയിട്ടില്ല എന്നാണ് അവരുടെ വേർഷൻ. അവിടേക്കാണ് എൻ്റെ സംശയം. ഈ ലേഡി, ഈ അടുത്ത വീട്ടിലുള്ള ലേഡി സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കും. ഞാൻ ബക്കറ്റിൽ കൊണ്ടുവരണേ കണ്ടുള്ളൂ. അതിലെന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല.
അത് 2-3 കൊല്ലമായി. അനീഷ എവിടേക്ക് കൊണ്ടുവരുന്നു? ആ പടിഞ്ഞാറ ഭാഗത്ത് കുഴി കുത്തിയോടത്തേക്ക് അനീഷ കുത്തുന്നുണ്ടായി. അവിടെ നിന്ന് കുളിമുറി പോയി ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവള് ആ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് തെക്കോട്ട് മാറി. പിന്നെ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ ഈ കുഴി മൂടുന്നല്ലോ, കുഴി അതൊന്നും കണ്ടില്ല. കുഴി ഇവിടെ കുത്തുന്നത് കണ്ടു, ബക്കറ്റും കൊണ്ട് വരുന്നത്. ഏത് ഭാഗത്തായിരുന്നു കാണിച്ചു? കുഴി ഏതാ കവുങ്ങിന്റെ നേരെ അപ്പുറത്ത് ഒരു കൊപ്പയുണ്ട്, അതിന്റെ അപ്പുറത്തായിട്ട്. ഇതിനെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസാരം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇവരോട് ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇവള് അവിടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട്. എന്ന് എവിടെ? സമയത്ത് തന്നെ കിടയിട്ടും സമയം. ഇവളൊരു പരാതി കൊടുത്തു അവിടെ കൊണ്ടുപോയി? ഇവളൊരു പരാതി കൊടുത്തു. അത് ഞങ്ങളുടെ കുടുംബം കയറാൻ ഇവള് തല്ലാൻ വന്നു. ഇവളും ഇവളെ പറ്റി അനാവശ്യം ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞു, പോലീസുകാരൻ സാറിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആളെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറ അവരോട്. അപ്പം പറഞ്ഞു അത് പറ്റില്ല സാറേ, എനിക്ക് എൻ്റെ ഒരു വല്യമ്മയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാറേ ഇതില്ലാത്തൊക്കെ വാചകങ്ങളാ, ഇത് പുറത്ത് പോയിക്കണേ എങ്ങനെയെന്ന് അവളെ അമ്മ തന്നെ പറഞ്ഞിട്ടാ, സംഘത്തിൽ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ അമ്മ സുമതി തന്നെ അവരുടെ സംഘത്തിൽ പറഞ്ഞിട്ട് അവരുടെ സംഘക്കാരാണ് തൊഴിലുറപ്പിൽ പറഞ്ഞത്. അറിഞ്ഞു, മൊത്തം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? ഇങ്ങനെ ആളെ കണ്ടാലും എല്ലാവർക്കും അറിയായിരുന്നു. ആളുകൾക്ക് നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു? അറിയാം, എല്ലാവർക്കും അറിയാം. ഈ നിർണായകമായ സാധനം ചേച്ചി ഇവിടെ കൊണ്ടുവരുന്നത് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട്. ആ ബക്കറ്റിൽ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞു അത് ചോദിക്ക് മുന്നേ അവരോട് ചോദിക്കുക എന്നിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ ആങ്ങളെ എടുത്ത വഴിക്ക് പറഞ്ഞു റംബൂട്ടാൻ തയ്യായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു. അപ്പം പിന്നെ പോലീസ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് വിട്ടുകളാ, ഇനി നിങ്ങൾ വെള്ളിക്കുളങ്ങര പോലീസ് അത് വിട്ടുകളാ, ഞങ്ങൾ ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും പറയാനും വേണ്ട, ഒന്നും അങ്ങനെ അവർ വഴക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നാ പറഞ്ഞേ. ഈ ചേച്ചീൻ്റെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ നാട്ടിലുള്ളവർക്ക് ഓൾറെഡി ഈ ലേഡി ഗർഭിണിയായതും ഈ ഗർഭം എന്തോ സംശയകരമായ സിറ്റുവേഷനിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അനീഷയുടെ അമ്മ തന്നെ ഇത് സംഘത്ത് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അത് നാട്ടിൽ പരന്ന സമയത്ത് ഈ പെണ്ണ് പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. പോലീസുകാർ അന്ന് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിനൊരു തുമ്പവാലോ കിട്ടിയിരുന്നു. പിന്നെ റംബൂട്ടാൻ തൈയാണല്ലോ അപ്പം അത് പറഞ്ഞതാരാ? ഈ അനീഷയുടെ സഹോദരൻ. അപ്പോൾ ഓനറിയാതിരിക്കും ഈ കേസ്? ഓനും അറിയാം, ഓനും ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് കാണണം. അതുതന്നെയാണ് എൻ്റെ സംശയം. നാട്ടുകാർക്കും അറിയാം, വീട്ടുകാർക്കും അറിയാം. നാട്ടുകാർക്കും അറിയാം, വീട്ടുകാർക്കും അറിയാം. വീട്ടുകാർക്ക് അറിയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നാട്ടുകാർക്ക് അറിയില്ല. പക്ഷെ നാട്ടുകാർക്ക് ഗർഭിണിയായിരുന്നു എന്നുള്ള വിഷയം അറിയാം. കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ പെണ്ണിൻ്റെ, ആ ചെക്കൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്തൊരു ബന്ധത്തിലാണ് ഈ കുട്ടികൾ ഉണ്ടായെന്നുള്ളത് നാട്ടിൽ പാട്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ എവിടെയെന്നുള്ള ചോദ്യം പിന്നെ നാട്ടുകാർ ചോദിക്കില്ലേ? ഗർഭിണിയായിട്ടൊരു പെണ്ണിനെ കണ്ടു, കുട്ടി എന്തായി? മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് കാണില്ല. അത് ഒരു വട്ടമല്ല, 2 വട്ടം ഗർഭിണിയായി, 2 വട്ടം കുട്ടികളെ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് സംശയങ്ങളും നാട്ടിൽ പല രീതിയിലുള്ള ടോക്കും വന്ന് കാണും. ഇപ്പം എന്തായി? ലാസ്റ്റ് നാട്ടുകാരെ നെഞ്ഞത്ത് കയറാൻ പോയിട്ട് തമ്മിലടിച്ചപ്പോൾ ഒപ്പമുള്ളവൻ തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റിൽ ആ ഡൗട്ടിലാണ് ഇരിക്കുന്നത്. ഇത് ഒരു കുട്ടിയെ ഇല്ലാതാക്കുന്നു, കുഴിച്ചിടുന്നു, കറക്റ്റ് ഒരു ടൈം ഫ്രെയിം, ഒരു ഇത്ര മാസത്തിന് ശേഷം അതിൽ നിന്ന് കുട്ടിയുടെ അസ്ഥികൾ എടുക്കുന്നു, കാത്തു വയ്ക്കുന്നു, സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്തിനു സൂക്ഷിച്ചു വെച്ചു? എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പ്രതികാരം ഇനി ഭാവിയിലെങ്ങാണ്ടും ഇവൾ വേറെ ആരുടെങ്കിലും ഒപ്പം പോയാലോ എന്നുള്ള പേടി കൊണ്ട് എടുത്തു വെച്ച്, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയുള്ള ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ചാൽ പോരെ? എന്തൊക്കെ ഉണ്ടാവും വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും അയച്ച മെസ്സേജും അടക്കം എന്തൊക്കെ സാധനങ്ങൾ കാണാം. അല്ലാതെ കുട്ടീനെ ഉണ്ടാക്കി ആ കുട്ടിയെ ഇല്ലാതാക്കി അതിൻ്റെ എല്ലും സാധനങ്ങളും എടുത്തു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു ആഭിചാരം. അത് ഈ വീട്ടുകാരറിഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പിന് എനിക്ക് നടക്കുന്നുണ്ട്. ഇത് ഇവർ 2 പേരിൽ മാത്രം നിൽക്കുന്നൊരു വിഷയമായിട്ടും ഈ ആൺപെൺ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ അനീഷയോ അല്ലെങ്കിൽ ഈ ചെക്കനെയോ ഒക്കെ ഇവരെയൊക്കെ കൂടുതൽ ഇതിനകത്ത് ഈ പറഞ്ഞ വീട്ടുകാരുടെ പ്രസൻസ് നാളുകളിൽ ഭവിൻ്റെ വീട്ടുകാരോ
അനീഷയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് FIRൽ കയറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ലെറ്റ് സി. ഇവിടെ ഓരോരുത്തർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ, അതിൻ്റെ സങ്കടമൊക്കെ നടക്കുമ്പോൾ കല്യാണമേ കഴിച്ചിട്ടില്ല, ബന്ധത്തിൽ കുട്ടി ഉണ്ടായിട്ടുള്ള കുട്ടികളെ തീർത്തും കളയുക. ഓരോ ജന്മങ്ങൾ.